നമുക്കിന്ന് ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് ഈ നൂഡിൽസ് എന്ന് പറഞ്ഞ ഐറ്റം. അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് വെജിറ്റബിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചോ ചിക്കൻ വെച്ചോ എന്ത് വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. അത് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, തീരെ അങ്ങ് ചെറുതാക്കി എടുക്കണ്ട. അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നൂഡിൽസ് എടുക്കാം, അതുപോലെ തന്നെ ചിക്കനും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാം 150 ഗ്രാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ സോയാ സോസും കൂടെ ചേർത്തിട്ട് കുറച്ച് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ എഗ്ഗും കോൺഫ്ലോറിനും പകരം സോയാ സോസും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ മാത്രമായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇത്രയും ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോർ ഒന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് മസാല പറ്റിയെടുക്കാവുന്നേ ഉള്ളേ. അപ്പോൾ ഇതിന് നന്നായിട്ട് കോൺഫ്ലോർ ഒരു 1.5 സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെറ്റിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വേണം. എടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോരം നൂഡിൽസ് എടുക്കുന്നുണ്ടോ അത്രയും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ നൂഡിൽസ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് വേണ്ടണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കേണ്ട. നൂഡിൽസിന് ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇനി വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്നൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ടെങ്കിൽ. നേരെ നമ്മളിത് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് നമുക്കിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ചധികം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ നോർമൽ വാട്ടർ ഇല്ലേ, അത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓയിൽ വെച്ചാണോ കുക്ക് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്താണെങ്കിലും ബട്ടർ ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ ചിക്കനും ഇതുപോലെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് എഗ്ഗ് മാത്രമാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ഹാർഡായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നാൽ മതിയാവും. ഇനി നൂഡിൽസ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്കും ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്ലിറ്റായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുന്നാൽ മതി. ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിലേക്ക് ഇനി ക്യാബേജ്, ക്യാപ്സിക്കം,
ഇത്രയാണ് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അതുപോലെ ഇതെല്ലാം ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യണ്ട. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് നൂഡിൽസൊക്കെ തയ്യാറാക്കുന്നവർക്കാണെങ്കിൽ ഇത് ഇത്രയും തന്നെ മതിയാവും. ചിക്കനൊന്നും ഫ്രൈ ചെയ്ത് സമയം കളയാതെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് തന്നെ നൂഡിൽസ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം വേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് 2 സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം, ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ ഇളക്കാറുള്ള പോലെ ഇളക്കിയെടുക്കരുത്, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും മിക്സായി വരും. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ആദ്യം ഈ നമ്മൾ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു ഗ്രീൻ ചില്ലി കൂടെയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നൂഡിൽസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നിൽക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.